എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. ഗെറ്റ് സെറ്റ് ബേബി സിനിമ കണ്ടുവന്നിരിക്കുകയാണ്. ഫീൽ ഗുഡ് അടിക്കാൻ വേണ്ടി പോയതാണ്. ഫീൽ ഗുഡ് അടിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ചില സമയങ്ങളിൽ അടിച്ചു, പക്ഷെ ഫുള്ളായിട്ട് അടിച്ചിട്ടില്ല. എന്നാ ഒരു ഫുൾ ഫീൽ ഗുഡ് മൂവി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അതെ എന്നാണ് നമ്മുടെ അഭിപ്രായം കേട്ടോ. നമുക്ക് പല സമയങ്ങളിലും ഇത് കിട്ടില്ല, കുറച്ച് ഫീൽ ഗുഡ് കൂടിയോ എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ വരെ ഉണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അത് കൈവിട്ടു. എന്തായാലും ഫീൽ ഗുഡ് കിട്ടിയിട്ടില്ല, അതിൻ്റെ ഒരു നിരാശ ഉണ്ട്. പക്ഷേ എങ്കിലും ഒരു ഓക്കെ മൂവി അങ്ങനെ പറയാം. അതെ, ഒരു സംഭവ ബഹുലമായിട്ടുള്ളൊരു സിനിമയല്ല, എന്നാൽ പറ്റ മോശം എന്ന് പറയാവുന്ന ആ രീതിയിലുള്ളൊരു സിനിമയല്ല. രണ്ടിൻ്റെ നടുക്ക് ആവറേജ് മൂവി, ഒരു ആവറേജ് മൂവി അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഉണ്ണിമൂന്തൻ ഇതിന് തൊട്ട് മുന്നേ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമയെന്ന് നേരെ ഓപ്പോസിറ്റ് വേറൊരാള്. അതെ, അത് എന്തായാലും സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നേരെ ഓപ്പോസിറ്റ്. ആളോട് ചിലരൊക്കെ ഇടയുന്നുണ്ട്. ആ സമയത്ത് എനിക്കിങ്ങനെ പറയാൻ തോന്നി, അതേ കളിക്കണ്ട, ആൾക്ക് കഴിഞ്ഞൊരു കാലുണ്ട്, ഇതിന് മുൻപുള്ള സിനിമ എടുത്ത് നോക്കിയാൽ മതി എന്നൊക്കെ. അതെ, അത് പറയണമെന്ന് തോന്നിപ്പോവും. എന്താണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ആളെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീനുണ്ട്, അത് ഇവിടെ പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. അതായത് നമ്മുടെ നിഖില വിമലും ഉണ്ണി മുകുന്ദനും ഒരുമിച്ചുള്ള ഒരു സീനാണ്, ഒരു അമ്പലത്തിലുള്ള സീന്. ആ സമയത്തുള്ള ഡയലോഗും കാര്യങ്ങളും ഫീല് ഭീകര. അവിടുന്ന് ഒരു കഥ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇവനോടൊപ്പം തന്നെ കരയിപ്പിച്ച് കളഞ്ഞുള്ള പട്ടീന്. അത് അങ്ങനത്തെ ഒരു സാധനമാണ്. അത് ഭയങ്കരമായിട്ട് ഇമോഷണലി നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു ഫീല് കാരണം നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അത് അങ്ങനത്തെ ശരിക്കും ഈ സിനിമയിൽ തന്നെ അങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ സ്ഥലങ്ങളിലൊക്കെ ഉണ്ണിമൂന്തൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. അതെ, ഇതിൽ തുടക്കത്തിൽ ആള് സാധാരണക്കാരനായിട്ടുള്ള ഒരാളായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ഭയങ്കര അങ്ങനെയുള്ള ഒരവസ്ഥയാണ്. പക്ഷെ അത് കഴിഞ്ഞ് ആള് പക്ക പ്രൊഫഷണലിസം കാണിക്കുന്നൊരു സംഭവമുണ്ട്. അതായത് ആള് ഡോക്ടറിൻ്റെ ആ ഒരു വേറൊരു തലം പിടിക്കുന്നൊരു സമയം, അതായത് ഒരു പേര് കേട്ട ഡോക്ടർ. ആ സമയത്ത് നിന്ന് ആളുടെ പെർഫോമൻസ് വേറെ ലെവലാണ് സത്യം. പിന്നെ അതിന് ശേഷം ആൾക്ക് വരുന്ന ഇമോഷൻസ് കാര്യങ്ങൾ, അതായത് ഭാര്യയായിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ, ആ സമയങ്ങളിലൊക്കെ ആള് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സത്യമായിട്ടും ആളെ നമ്മൾ മാക്കോയിൽ കണ്ട ആ ഒരു ഉണ്ണിമൂന്തനെ ആയിരിക്കില്ല ഗെറ്റ് സെറ്റ് ബേബി കാണുമ്പോൾ ഉണ്ടാവും. അത്രയ്ക്കും ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് ആ ക്യാരക്ടറും വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് നിഖില വിമൽ. എന്തൊരു ചോർക്ക് സത്യമായിട്ടും. എനിക്ക് തോന്നുന്നു ഇത്ര കുറെ സിനിമകൾ നിഖില വിമലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര സൗന്ദര്യം, അതായത് ആ അമ്പലത്തിലെ ഇപ്പൊ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ ആ ഒരു സീനില് സാരി കൊടുത്ത് അവിടുത്തെ ഒരു ലൈറ്റിങ്ങും എല്ലാം കൂടി വരുമ്പോ ഒരു ഭയങ്കര ഒരു ഭംഗി. എനിക്ക് ഇതില് നിഖില വിമലിന്റെ ലുക്ക് ഇങ്ങനെ കണ്ടിട്ടേ, അതായത് ഇത്രയും സുന്ദരിയാണോ നിഖില എന്ന് തോന്നിപ്പോയ പല സീനുകളുണ്ട്. കൊറേ മോഡേൺ സ്റ്റൈൽ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന സമയങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നു നിഖില വിമലിന് ഇത്ര ആപ്റ്റായിട്ട് ചേരുന്നുണ്ടായിരുന്നോ? ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇത് ഭയങ്കര രസമായിട്ട് തന്നെ. അത്രയ്ക്കും നല്ല കോസ്റ്റ്യൂംസ് ആണ് ഇതിൽ എടുത്തു പറയേണ്ട സംഭവമാണ് കോസ്റ്റ്യൂം. ഉണ്ണിമൂന്തന്റെയും കുറെ ആളുടെ ഡ്രസ്സിങ് സ്റ്റൈല് ഭയങ്കര ലുക്കാണ്. നല്ല കിടിലൻ ഷർട്ടുകൾ കണ്ടു, അതെന്തായാലും പ്രത്യേകം നോക്കി. അത് അമ്മാര് സാധനം കാണുന്നു, പിന്നെ എങ്ങനെ നോക്കാണ്ടിരിക്കും. എന്താ രസം ഷർട്ടുകൾ. എന്തായാലും വിനയ് ഗോവിന്ദാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരുപാട് സിനിമകൾ ചെയ്ത ഒരു സംവിധായകനാണ്. എന്നാൽ താൻ ഇതിനു മുമ്പ് ചെയ്ത ഒരുപാട് സിനിമകളിൽ നിന്ന് തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള അപ്രോച്ചുമാണ്. ഒരു ഫീൽ ഗുഡ് ലെവലിലേക്ക് പിടിച്ചു. പക്ഷേ ഇതിൻ്റെ സബ്ജക്റ്റ് വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാട്ടോ. IVF-ഉം കാര്യങ്ങളും, പിന്നെ ബന്ധം, അതായത് ഇതിനൊക്കെ അടിസ്ഥാന ബന്ധമാണെന്ന് കാണിക്കുന്നതും, പിന്നെ ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾസും കാര്യങ്ങളും ആ രീതിയിലൂടെ കടന്നു പോകുന്നൊരു കഥ. ഇത് അറിയായിരിക്കും. അങ്ങനത്തെ ഒരു മെയിൽ ഡോക്ടറാണ്, ഗൈനക്കോളജി ഡോക്ടറായിട്ട് വരുന്ന ആള് ഭയങ്കര ഫേമസ് ആയി മാറുന്നതാണ്. അങ്ങനത്തെ കുറെ സംഭവങ്ങളും പിന്നെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷയങ്ങൾ, അങ്ങനത്തെ ഇതിലാണ് കഥ പോകുന്നത്. അത് നമുക്ക് അറിയാമായിരുന്നു അങ്ങനെ സംഭവിക്കാൻ പോകുന്നതെന്ന്, അല്ലേ? അതെ, നമുക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷെ ഊഹിച്ചാലും അതിലൊരു സുഖം കിട്ടണമായിരുന്നു. ആ സുഖം കിട്ടിയില്ല. പിന്നെ എന്താ പറയാ, നമ്മുടെ സുധീഷ് ഉണ്ട്,
അടിപൊളി ക്യാരക്ടറാണ്. സുരഭി ഉണ്ട്, നല്ല കഥാപാത്രമാണ്. വണ്ടൂരാരായിട്ടാണ് വന്നിരിക്കുന്നത്. നിലമ്പൂരല്ല, മലപ്പുറം വണ്ടൂര്. നിനക്ക് നിലമ്പൂരിലേക്ക് എത്തിക്കണം. നമുക്ക് നിലമ്പൂർ 10 കിലോമീറ്റർ ഇല്ല, അവർക്കൊന്ന് ഇങ്ങോട്ട് വണ്ടി കയറിയാൽ മതി, ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ പോയി എത്താവുന്നുള്ളൂ. അതുപോലെ കാരണം എന്താ അറിയോ, വിനയ് ഗോവിന്ദ് പെരിന്തൽമണ്ണക്കാരനാണ്. വെറുതെ ഇങ്ങോട്ട് എത്താൻ നിലമ്പൂരിലേക്കും കൂടെ ഒന്ന് വരായിരുന്നു. ഓക്കെ എന്തായാലും സുരഭി, സുധീഷ് ഇവരുടെ ക്യാരക്ടർ അടിപൊളിയാണ്. നല്ല ഇമോഷണലി കണക്ഷൻ കിട്ടുന്നുണ്ട് കേട്ടോ ഇവരുമായിട്ടുള്ള ആ ഒരു കുറച്ച് സീനുകൾ. പിന്നെ ഷിബില ഫറുണ്ട്, ആൾ നന്നായി ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, പക്ഷേ ഇവർക്കൊന്നും ഈ മുഴുനീള കഥാപാത്രങ്ങളല്ല. അതാണ്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് എന്താ പറയുക, ഈ കുട്ടികളെ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ അതൊരു വല്ലാത്തൊരു സംഭവമാണ്. ആ സമയത്ത് ഉണ്ണിമുകുന്ദന്റെ മറ്റെന്താ പറയുക ഫേസിൽ വരുന്ന എക്സ്പ്രഷൻ ആണെങ്കിലും അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. അതായത് ഈ ലാളിത്യം ഉണ്ടല്ലോ, അത് മുഖത്ത് ഭയങ്കരമായിട്ട് കാണാം. ഭയങ്കര നമുക്ക് തന്നെ എന്ത് രസമായിട്ട് ചെയ്യണമെന്നുള്ള സാധനത്തിലേക്ക് പോകും. അങ്ങനത്തെ കുറേ മൊമെന്റ്സ് ഉണ്ട് കുട്ടികളെ കാണിക്കുന്ന സമയത്തൊക്കെ ഉള്ളത്. എന്തായാലും ഇങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇത് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. സത്യം സബ്ജക്ട് തന്നെയാണ്. നമ്മളൊക്കെ ഈ പറയുന്ന പോലെ അല്ല ഇത്. ഈ ഒരു വഴിയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസും. അത് എനിക്ക് തോന്നുന്നു കൂടുതലും എന്താ പറയാ സ്ത്രീകൾക്കായിരിക്കും അത് ഒന്നും കൂടി കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും അവർക്കായിരിക്കും ഒന്നും കൂടി കൂടുതൽ പറ്റാൻ തോന്നുന്നു. എന്തായാലും ഇനിയും ഒരുപാട് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ മുത്തുമണി ഇതിലൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്, പക്ഷെ അപ്പോഴും മുഴുനീളമല്ല. അതെ. പിന്നെ ശ്യാം അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആരൊക്കെയാടാ, കുറെ പേരുണ്ട്. പിന്നെ ജാൻസി എന്നൊരു കഥാപാത്രം ചെയ്ത സിസ്റ്ററായിട്ട് വന്ന ഒരു പ്രത്യേക ഇതേപോലത്തെ ഒരു ലാളിത്യം നമുക്ക് ഫീൽ ചെയ്യും. അത് മുപ്പത്തിയാറിന്റെ ഒരു സ്നേഹവും മുപ്പത്തിയാറിന്റെ കരുതലൊക്കെ അത് നമുക്ക് ഭയങ്കരമായിട്ട് ചിരിയിലും മുഖത്ത് പോലും ഉണ്ട്. ചില സമയത്ത് പറയുന്ന ഓരോ സംഭവങ്ങളിലൊക്കെ ഭയങ്കര ഇത് തോന്നും. എന്താണെങ്കിലും എന്താ പറയാ, ഒരു നല്ല രസമായിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ ഓവറായിട്ട് അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ഇപ്പം മാർക്കോ കണ്ടതിന് ശേഷം അതേപോലത്തെ ഒരു ഫൈറ്റെങ്കിലും ഒക്കെ ഉണ്ടാവുന്ന വിചാരിച്ചിട്ടൊന്നും സിനിമയ്ക്ക് പോകരുത്. അതെ, ഒരു സാധനമില്ല. തികച്ചും മാറ്റമുള്ള ഒരു സിനിമയാണ്. അതെ, മാർക്കോയിൽ നിന്ന് നേരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമ. അതെ. എന്തായാലും സാംസിയസ് ആണ് ഇതിന്റെ BGM, മ്യൂസിക്. അതിന്റെ ഇടയ്ക്കിടയ്ക്ക് അറിയാനുണ്ടായിരുന്നു. അതായത് ഈ ഇമോഷണൽ സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ BGM കൊണ്ട് കൂടി അതിലേക്ക് അടുപ്പിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ നന്നായിട്ടാണ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സോങ്സ് അത്ര വലിയൊരു എഫക്റ്റ് ആയിട്ട് തോന്നിയില്ല കേട്ടോ. അത്ര വലിയൊരു സംഭവമായിട്ടും തോന്നിയില്ല. സോങ്ങുകൾ രണ്ട് സോങ്ങുള്ളൂ, രണ്ടും വലിയ സംഭവം രണ്ടെണ്ണല്ലേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് എഴുതി കാണിക്കുന്ന സമയത്ത് ഒരു സോങ് ഉണ്ട്. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ സോങ് കുറച്ച് ഇങ്ങനെ വന്ന് പോവാറുണ്ട്. അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയൊരു ഫീല് ഒരു ആവറേജ് സിനിമ എന്നുള്ളതാണ്. ഉണ്ണിമുകുന്ദന്റെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും പോയി കാണുക, സിനിമ പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഫാമിലിക്കൊക്കെ അത്യാവശ്യം ഒന്നും കൂടി നമ്മളെക്കാട്ടിലും ഒന്നും കൂടി ഇഷ്ടപ്പെടും എന്നാണ് തോന്നുന്നത് കേട്ടോ. പക്ഷെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടേണ്ട സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. അതെ, അതൊക്കെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് പോലെ ഇരിക്കുന്നു. സിനിമ എങ്ങനെ അത് ആ തിയേറ്ററിൽ തന്നെ പോയി കാണുക എന്നുള്ളത് ഓരോരുത്തരും ഇഷ്ടമാണ്. എന്തായാലും പോയി കാണാൻ പറ്റുന്നവർ പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. റേറ്റിംഗ് പറഞ്ഞില്ല, 5 out of 10. യെസ്. അപ്പോൾ എന്തായാലും സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.